ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും കണ്ട പോലെ സാങ്ച്വറി ഓഫ് ട്രൂത്ത്, അതായത് ലേക്ക് വിരിയാബുൻ അവർകൾ നിർമ്മിച്ച 981 പണി സ്റ്റാർട്ട് ചെയ്ത സാങ്ച്വറി ഓഫ് ട്രൂത്ത്, ഇവിടെ വെച്ചോക്ക് ചോദിച്ചാൽ സാങ്ച്വറി ഓഫ് ട്രൂത്താണ് നമ്മൾ കാണാൻ പോണത് കേട്ടോ. കിടിലൻ സംഭവമാണ്. നമസ്തേ. യാ, യു ഫ്രം ടാൻസിയ? ഓക്കെ, എല്ലായിടത്തും മലയാളികളുണ്ട് കേട്ടോ. അപ്പം സാങ്ച്വറി ഓഫ് ട്രൂത്താണ് നമ്മൾ കാണാൻ പോണത് കേട്ടോ. എന്താ ബുക്ക് അതിന് പറയാ? ലിവിങ് ആർട്ട് ആണെന്ന് പറഞ്ഞത്. അതായത് ഒരു കാലത്തും പണി തീരൂല. ചെറിയ അരുവികൾ കാണട്ടോ അവിടെ, വൺ സീൻ ഏരിയ കേട്ടോ. ചെറിയ അരുവികളും സൗണ്ടൊക്കെ ആയിട്ടൊരു സീൻ ഏരിയക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അസറൊക്കെ ആദ്യം നടന്നിട്ടുണ്ടോ. സ്വന്തം നാട്ടിലത്തെ ഒരു മ്യൂസിയം ഒന്നും ഇതുവരെ പോയി നോക്കിയിട്ടില്ല. തേക്ക് മ്യൂസിയം, കനോലി പ്ലോട്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അവിടെ ഒരു വരി പോയി നോക്കാതെ, അവിടെ നിൽക്കാതെ അന്യനാട്ടിൽ വന്നിട്ട് ഇവിടെ തിരക്കി പോവാട്ടോ. അവലൊക്കെ ഫസ്റ്റ് അടിക്കാൻ പോയിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടാൻ പോയില്ല. അവിടെ എന്തോ കിട്ടാനുള്ള പോലെ ഉണ്ട്. എടാ ഓടല്ലടാ, മെല്ലെ പോയി. അത് തൊപ്പിടണം അല്ലേ? ഓ, അത് ഇവിടുത്തെ ആചാരാട്ടോ. അപ്പൊ ഇവിടുത്തെ ആചാരത്തിന്റെ ഭാഗമായിട്ട് മല കളിക്കാലേ ഒക്കെ പൊളിഞ്ഞു വെക്കുന്ന പറഞ്ഞേ. ജംസിന്റെ പരസ്യം പോലെ കാര്യത്ത് വെക്കുവോ? പിന്നെ വെറുതെ പറയാമോ? പോയോക്കാലോ, കാണാലോ. ഹെൽമെറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യം എന്താ? അത്രയും വലിയ ബിൽഡിംഗ് പൊളിഞ്ഞാടുമ്പോ. താങ്ക് യു സോ മച്ച്. എടാ ഇല്ല, കുറച്ചുകൂടി ടൈറ്റ് ആക്കി തരുമോ? ഇവിടെ മസാജ് ഇല്ലാത്ത തായ്ലൻഡ് ഇല്ലട്ടാ. അപ്പോൾ ഇതിൻ്റെ വ്യൂ കണ്ട് മസാജ് ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ പരിപാടി ഉണ്ട് കേട്ടോ. വ്യൂ കണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മസാജ് ചെയ്യുക. അപ്പോൾ ഇത് വ്ളോഗ് എടുക്കുന്നത് ഒരു വ്യത്യസ്ത വേഷത്തിലാണ് കേട്ടോ. ജിമ്മി കണ്ടോളി, ഈ ലുക്കിൽ ജിമ്മി ഇതുവരെ വ്ളോഗ് എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സ്ക്രീനിൽ നിന്ന് എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ ഒരു വേഷത്തിൽ ജിമ്മിനെ വ്ളോഗ് എടുക്കണത് കാണണം കേട്ടാ. ഓ എടാ തൊപ്പിടേ അതെന്താക്കണേ? മുടി അമരം കരുതിട്ടാ? ഇത് അവിടെ പണിയൊന്നും എടുക്കണ്ടേ. അപ്പൊ എഞ്ചിനീയർ തൊപ്പിട്ടാണ്ട് നമ്മള് ബാക്കി പണി എടുപ്പിച്ചാൽ കൊണ്ടുപോകണേ. അതായത് ഇവിടെ ഫുള്ള് ബുദ്ധിക്കാണ് കളിക്കുന്നത്. ഇവർക്ക് ബുദ്ധി ഇല്ലാന്ന് വെറുതെ പറയാ. ആടിന് പാലും എടുക്കാൻ 25 ബാത്ത് അത്ര. എന്നിട്ട് നീ കൊടുത്തോ? ഞാൻ കൊടുത്തു. അപ്പൊ സുഹൃത്തുക്കളെ, അലമ്പുണ്ടാക്കാൻ പാടില്ല കേട്ടോ. അഫീഫൊക്കെ ഫുള്ള് ഇത് നിൽക്കണേ. ഈസാനോക്ക്, ഈസാന്, അച്ചു, ബാസില്, കെൻസ് മുടി കേട്ടതും കരുതിയിട്ടേ ക്യൂട്ടായിരിക്കട്ടോ. തലമ തൊപ്പിടറാ കള്ള. എന്തായാലും വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് കാണാം. അടക്കിട്ടോ, ഇപ്പൊ തന്നെ കാണാം. ഇയാളെ നമ്മളെ ഇത് അമീർ, നമ്മളെ അമീർ ഇയാളാ. എനിക്ക് മനസ്സിലായി ഇജ്ജ് പറയാൻ വന്നതും ഞാൻ കേൾക്കാൻ വന്നതും ഓഡിയൻസ് ഉദ്ദേശിച്ചതും ഒന്നാണ്. വൈദ്യം കൽപ്പിച്ചതും പാലിനെ. ഓ, ബാസിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാക്കണ്ട നമുക്ക്. ഓ, ജിം ഷാൻഡോക്ക്. അല്ല എന്ത് ഉടുമ്പ് പോണതാ? ആണാണ്. ചീങ്കണ്ണില്ല, ഉടുമ്പാണത്. ചീങ്കണ്ണില്ല. എന്റെ മോനെ, അമേസിങ് ആയിട്ടോ വന്നപ്പോ തന്നെ അല്ലേ? അമേസിങ് തായ്ലാൻഡ്. പബ്ലിക്കായിട്ട് ഉടുമ്പ് നീന്താ രസമാണ്. ആ ബുക്കതാ വരുന്നേ. ബിൽഡിംഗ് പണിക്ക് പോവാ. നടക്കി ഭായിമാര് സൈറ്റിൽ പോവാണ്. സോറി ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ടോയ്ലറ്റ്. ആദ്യത്തേതും അവസാനത്തേതും. വേറെ എന്താ ആ തൊപ്പിയുടെ ചെങ്ങായിയെ
അന്നെപ്പം ഇവിടുന്ന് പിടിച്ചോളം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് തായ് ഭാഷയിൽ തെറിവിളി ആക്കേണ്ടി വരും. എന്തിനടിച്ച് നമ്മൾ ചോദിക്കണ്ട, ഒരു ഇടാൻ പറയാൻ നമ്മൾ ഇടാം. നമ്മൾ പണി നടന്നോണ്ടിരിക്കട്ടെ ഇവിടെ. താത്തക്കഥ കൊത്തി കൊത്തി ഇത് പണി തീർന്നാലേ ഇത്ര ടിക്കറ്റ് കിട്ടൂല. അപ്പൊ ടിക്കറ്റ് പോണെങ്കിൽ പണിക്കാരെ ഡെയിലി 500 പണി എടുപ്പിച്ചാല് 50,000-നും 5 ലക്ഷത്തിനോടെ ബിസിനസ് നടക്കും. ഇവർക്ക് ഡെയിലി 500 കൊടുത്താൽ മതി. അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു മരം എടുക്കുക, കൊത്തുക. ഇവർക്കൊന്നും ആദ്യം സ്കില്ലില്ല ഇനി, പിന്നെ ഡെയിലി ഇതായോണ്ടാണ് പഠിച്ചതാണ്. ലോകത്തുള്ള പകുതി മരം അങ്ങോട്ടാ പോണ് മനസ്സിലായി. ഇത് കുറച്ച് വലിയ പണിയാണ്. പണിയാണോന്നോ? ഓ ഇതിന്റെ അർത്ഥം അറിയാം എനിക്ക്. ഇതിന്റെ അർത്ഥം അറിയാം ബാസിൽ? ഇതിന്റെ അർത്ഥം എന്താ? ഇതിന് എല്ലാത്തിനും ഇവിടെ അർത്ഥങ്ങളുണ്ട്. മീനിന്റെ പള്ളയാണോ? കാലത്തിൽ പൊലിഞ്ഞു കിടക്കുന്ന ഒരു യുദ്ധ പോരാളിയാണ്. അല്ല ഈ ഇങ്ങനത്തെ വളഞ്ഞ മരം എങ്ങനെ കിട്ടണേ? ആ ജോയിന്റടാ, ആണി അടിച്ചിക്കണ്, ജോയിൻ ചെയ്യിപ്പിച്ചിക്കണ്. എന്തിന്? രാത്രി ഇവിടെ അല്ലേ പോലെ രാത്രി വന്നാ മതി. Good time to come here at night. ഓ ബാസിലേത് അംബേദ്കർ അല്ലേ? അല്ലട്ടോ ബാസിലെ അംബേദ്കർ അല്ലേ? ഇത് ഇവലെ നാട്ടിൽ അംബേദ്കർ നമ്മളെ അംബേദ്കറല്ലോ. കന്നഡ വെച്ചാലും അംബേദ്കർ. എനിക്ക് അംബേദ്കറിന്റെ ഒരു സ്ട്രക്ചറാണ് കിട്ടണത്. പക്ഷെ എന്നാലും ആ പെണ്ണ് ഇരുന്ന് കൊത്തണോക്ക് ആ സാധനം ഉടായ്പില്ല. ഇവർക്ക് പണി അറിയാം, വർക്ക് ചെയ്യാറില്ല. ഇതെന്താ? അതിന്റെ ചെറുത് അതായത് 981 കമ്പ്യൂട്ടറിൽ 3D ഇതൊന്നുമില്ല. അപ്പൊ അച്ഛ കോൺട്രിയിൽ എന്ത് ആപ്പ് വെച്ചിട്ടാ ചെയ്യല് നിങ്ങള്? എന്ത് ആപ്പ്? കുറെ ആപ്പുകളുണ്ട്. സ്കെച്ചപ്പ് പല ആപ്പുകളും വെച്ചിട്ട് 3D ചെയ്തിട്ടാണ് ഒരു വീടിന് ഒരു ചിത്രം വരച്ചു കൊടുക്കല്. പക്ഷെ അന്ന് കാലത്ത് ഇയാൾ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അതിന്റെ ഒരു ചെറിയ രൂപം മരത്തിൽ കൊത്തി വെച്ചു. മിനിയേച്ചർ. ഇതൊക്കെ ഇത് കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ എന്തായാലും അതിലൊരു സീൻ ഉണ്ടാവും ഉറപ്പല്ലേ? ഒരു പടത്തിൽ ബാഹുബലി ഇതിന് ഇറങ്ങി വരുന്ന സീൻ ഇതിലോ മരൊക്കെ ലോക്ക് ചെയ്ത് ഫിക്സ് ചെയ്യാൻ. ആണില്ലാത്ത ബിൽഡിങ്ങോ? അപ്പൊ ഇത് പശയാവുന്ന ഗ്ലൂവോ? സൂപ്പർ ഗ്ലൂ സാധനം 10 രൂപ കണ്ടിട്ടാ, ഒന്നും പറയല്ല. ഇതൊന്നും കാണിച്ചു കൊടുത്താ ഉത്തേ പപ്പ ഉത്തേ ഉത്തേ പപ്പ ഉത്തേ ഉത്തേ പപ്പ ഉത്തേ 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 ഉത്തേ. എങ്ങനെ പൈസ? പൂച്ചനെ ഫോട്ടോ എടുക്കണതാ? ഓ ആ പൂച്ചനെ കാണിച്ചു കൊടുത്താ? ഇവിടെ ഒരു പൂച്ചനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇന്നലെ വന്നിക്കണേ. ഇതിവിടെ പണിക്കാരനെ പൂച്ച കേട്ടോ. എന്നോ ഒരു ദിവസം ആലപ്പോൾ വന്നതിന് പിന്നെ ഇവിടെ പണിക്കയറ്റി. ഇവിടെ സെക്യൂരിറ്റി കണ്ട് നിന്ന് പറഞ്ഞപ്പോൾ പൂച്ചനെ നിർത്തിയാട്ടോ. ചില്ലറ മീനും ചെല്ലിവല്ലികളൊക്കെ കൊടുത്തിട്ടാണ് പൂച്ചനെ പിടിച്ചെടുത്തത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഫുള്ള് ഓ അച്ചോ അത് കാണാൻ വന്നാണ്. അങ്ങനെ പണിക്കയറ്റി. ഇവിടെ ആർക്കും പണിക്കാറാ. ഓ മാൻ, വെരി ഇൻക്രെഡിബിൾ. ജിംഷ ഇതൊക്കെ ഫാൻ അടക്കം വെച്ചിക്കണോക്കെ. ഫാന് വരെ സ്റ്റൈലിലാണ് വെച്ചിരിക്കണം കേട്ടോ. ഒരു സ്റ്റൈലിലാണ് ഫുൾ സാധനങ്ങൾ പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. 0.5 വിട്ടാ എനിക്ക് ഇങ്ങോട്ട് പൂതി തീരുന്നില്ല. വാണ്ടി ഒരു കണ്ടോളിയടാ, പൂതി തീരാത്ത ഫ്രെയിം. അതായത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കണത് എന്മാതിരി പരിപാടി ചെയ്തോലെ. നമ്മളെ നാട്ടിൽ എന്താ ഇങ്ങനത്തൊന്നും ഇല്ലാത്തേ? അച്ചോ നമ്മളെ നാട്ടിൽ എന്താ ഇങ്ങനത്തൊന്നും ഇല്ലാത്തത്? പണ്ട് ഉണ്ട്
കൊറേ സ്ഥലങ്ങളില്ലേ? അങ്ങനെ ഓടിക്കാം. കൊറേ സ്ഥലങ്ങളുണ്ട്. അല്ല ഉണ്ട്, പക്ഷെ നമ്മളിപ്പോ കണ്ടിട്ടില്ല. നമ്മൾ ആദ്യം തായ്ലൻഡിലേക്ക് പോകുന്നു. നമ്മൾ താജ്മഹലൊന്നും പോവാതെ കണ്ടു നമ്മളെ നാട്ടിലത്തെ ഒരു സെറ്റപ്പ്. ഓ അതെവിടെയില്ല കേട്ടോ, നാട്ടിലൊക്കെ കുറേ ഉണ്ട്. വാ മേലെ പന്തല് പോലത്തെ ഇത് ഡക്കത്തിലോടൊന്നും വാങ്ങിയാണോ? ചായയും കടിയും വേണേ അവിടെ ഉണ്ട് കേട്ടോ, ബണ്ണും ചായയും. നമ്മ നാട്ടിലൊക്കെ ഒന്ന് ഇവിടെ കൂടി. ഉള്ളിൽ കയറാൻ പറ്റോടാ? 4 കുതിര ദൈവങ്ങള്, എൻ്റെ മോനെ വൻ ഡീറ്റെയിലിങ്ങടാ. അതായത് ഇവിടെ ഒരു ബുള്ളുണ്ടോ, ഒരു ഗ്രൂപ്പ് ഓഫ് ബുള്ള്, അത് കണ്ടു. അതിന്റെ മേലെ വേറൊരു ദൈവം. ഇതാ അവിടെ ഫിഷിങ് മറ്റേ മത്സ്യകന്യകന്റെ ഇതുണ്ടോ മേലെ അതിന്റെ ബോർഡർ ഇങ്ങനെ, അത് വേറൊരു ദൈവം, വേറെ സാധനം. ഈ ഡ്രാഗൺ ഉണ്ട്. അടിയില് ഡ്രാഗൺ. ഡ്രാഗൺസ് ഉണ്ട് അടിയില്. ഫുള്ള് മരം കൊണ്ട് കൊത്തി. ഗണപതി ഉണ്ടല്ലോ, ഗണപതി ഫുള്ള് മരത്തിൽ കൊത്തി. ഗണപതി ഉണ്ട്, ഗണപതി ഫുള്ള് മരത്തിൽ കൊത്തി ഉണ്ടാക്കി കേട്ടോ. ആന എല്ലാം ഉണ്ട്. എടാ എന്ത് ജന്തുവാ അത്? ഇത് പിടിച്ചിക്കണത് അടിയത്തെ സിംഹം. ഇന്നലെ ഇട്ടില്ലൊരു വേഷം. ആ സാധനല്ലത് അടിക്കാത്ത നിമിഷം, അടിക്കാത്ത ലെഫ്റ്റിക്ക് വാ, അടിക്കാത്ത ഇനി അടിക്കാത്ത ആ ജന്തു. സുഹൃത്തുക്കൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയേക്കട്ടോ. ആര് ഉള്ളിൽ കയറാനുള്ള പരിപാടികൾ നോക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നാണ് ആ സത്യം നമ്മൾ അറിഞ്ഞത്. ഇത്രയും ദിവസം ഇത്രയും കാലം നമുക്കൊന്നും അറിയില്ല. കാരണം ഇപ്പോൾ നമ്മളൊപ്പം നടക്കുമ്പോഴൊക്കെ പല ആൾക്കാരും ചോദിക്കലുണ്ട്, ഇപ്പോൾ നാട്ടിലില്ല തന്നെയാണോ, സംസാര രീതിയിൽ മാറ്റമുണ്ട്, ക്യാരക്ടറിൽ മാറ്റമുണ്ട്, രൂപത്തിൽ മാറ്റമുണ്ട്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡിലും മാറ്റമുണ്ട്. ഇന്നാണ് എന്ത് ചെയ്തത്, വംശം തന്നെ വേറെ മനസ്സിലായത്. വംശം വേറെ എന്നുള്ള മനസ്സിലായി. നമ്മളെ ശരിക്കും ഇപ്പം പറ്റിക്കനി. അപ്പം സിദിൻ്റെ ഇതിനെത്രയോ കാലം മുമ്പുള്ള ആളാണ്. അതായത് നമ്മളെ കൂടെ ഇപ്പം എന്തോ ഒരു ബാധയിലോ ഭൂതത്തിലോ ജീവിക്കാണ്. സിദിന് ഇവിടെ എത്രയോ കാലം മുമ്പ് ഉണ്ടായി ടൈം ട്രാവൽ ചെയ്ത് സിദിൻ വന്നതാണോ? ഞാൻ പറഞ്ഞേ സിദിനാണതേ. അപ്പൊ സിദിന് ഇവിടെ ഉണ്ടായിനി. പ്രോപ്പായി അല്ലത് അബുക്ക. അപ്പൊ പ്രോപ്പായി സിദിന്റെ ശരിക്കുള്ള പേരാണ് പ്രോപ്പായി. 5 മൈലാണ് ഇപ്പൊ സിദിൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ചെങ്ങായി ഇവിടെ പണ്ട് മുതലേ ഉണ്ടായിനി കേട്ടോ. നല്ല പേര്, പ്രപ്പായി ബിരിയാബൺ ക്രിയേറ്റർ. അബുക്ക് അത് ഉണ്ടാക്കിയാളാ. അത് ഉണ്ടാക്കിയ സിദിന്റെ വംശത്തിൽ പെട്ട ഒരാളാണ് കേട്ടോ. ഹുത്തേ പപ്പ ഹുത്തേ, ഹുത്തേ പപ്പ ഹുത്തേ, ഹുത്തേ പപ്പ ഹുത്തേ, ഹുത്തേ ഓനോ? അത് ശരിയാ, ടീമായിട്ടാ പോണ്ടിനി അല്ലേ? ഓലപ്പേനി പോണ്ടിനി അല്ലേ? ലാസ്റ്റ് പാർട്ടാണല്ലോ അത്. അപ്പൊ തുടക്കം തന്നെ അവസാനാണോ? എടാ നല്ല ശ്രദ്ധിച്ചു കേട്ടോ, തലമുണ്ടമ്മക്ക് ഇതൊക്കെ ചാടുന്നാണ് പറഞ്ഞത് കേട്ടോ. എന്റെ മോനെ, ഓ ചെക്കന്മാരൊക്കെ കിളി പോയിട്ടാ. വാ, സീൻ സംഭവം കേട്ടാ. ഒരു രക്ഷയില്ല സീൻ സംഭവം. രസാവൂലേ? അല്ലാ, എന്ത് പണിക്കാരനതാ? അപ്പൊ ഇത് പണിക്കാർ പോണ ചേരാട്ടോ. മേലെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള ചേരാട്ടോ. രാജാക്കന്മാരെ വിളിച്ചിരിക്കണ സ്ഥലം ഞാൻ പോന്ന അവിടെ. രാജാവിന് ഇത്രയും സെറ്റപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ ഒന്ന് വിളിച്ചിരിക്കണം. എടാ മറ്റേ പടങ്ങളിൽ എടുത്തേക്കൂലേ, വലിയ സിനിമകളിൽ ഒരു രത്നം എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ ഫുൾ പ്രൊട്ടക്ഷനിൽ? അതാണിത്. ഇത് രാത്രി കക്കാൻ വരുന്ന ഒരു പടക്കം നമുക്ക് പ്ലാൻ ചെയ്യാം.
ഇതെന്താ സംഭവം? ഇത് 3 വട്ടം എടുത്തിട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയണം. റിപ്പീറ്റ് 3 ടൈംസ്. നമോ തസ്സ ഭഗവതോ അരഹതോ സമ്മ സമ്പുദസ്സ. നമോ തസ്സ ഭഗവതോ അരഹസ സമ്മ സമ്പുദസ്സ. നമോ തസ്സ ഭഗവതോ അരഹതോ സമ്മ സമ്പുദസ്സ. 3 വട്ടം. ബുദ്ധം ദമാം സംഘം ജീവിതം യവനിപ്പണം ശരണം ഗുച്ഛാമി. അവൻ നമ്മളെ ഭാഷയാണല്ലോ. ശരണമൊക്കെ സംഘം ബുദ്ധം. ഇത് പ്രയറാണ്. ഇതെന്തോ പ്രാർത്ഥനയാണ്, ബുദ്ധന്മാരുടെ പ്രാർത്ഥന ഉണ്ടോ. എന്തായാലും ഇതിൻ്റെ ഉള്ളൊരു രക്ഷയില്ല. ഇതൊക്കെ എടാ ഞാൻ പറയാം, ഇതാ ഇവിടെ അംബേദ്കറിനെ പോലെയുള്ള ഒരാളുണ്ട്. അയാളെ ഫോട്ടോ നോക്ക്. ഞാൻ ബാസിലിനോട് പറഞ്ഞു അംബേദ്കറിനെ പോലെ ഒരാളുണ്ട്. ബാസിൽ തന്നെ ഇവിടുത്തെ അംബേദ്കർ. അയാളുടെ പേരുണ്ട് കിങ് ഭൂമിബോൾ. കിങ് ഭൂമിബോൾ അതുല്യതേജ് ദ ഗ്രേറ്റ്. ആയാലും ഇയാളെ പോലെ ആവണം. മരിച്ചിട്ട് ആൾക്കാർ അയാളെ കുറിച്ച് റീഡ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ വരുമ്പോൾ. ഇല്ല, എവിടെയും മൈനസ് ആവണില്ല. ആ കാലത്ത് 4 ബിൽഡിംഗ് ഉണ്ടാക്കിയെങ്കിൽ എന്താ? കടലല്ല, കടൽ തീരാണ്. പക്ഷെ ബിൽഡിംഗ് ഒക്കെ കാണിച്ചു. ഇവിടെ ഫുൾ ലൈറ്റ്, ഇവിടെ ഹാഫ് ലൈറ്റ് ഇട്ടിട്ട് തന്നെ. ഇത് ശരിക്കും ഇവിടെ ഹാഫ് ലൈറ്റ് ഇട്ടിക്കണം. എന്താ അറിയോ, ഈ ഒരു എന്താ പറയുക ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഒരു പ്രീമിയം ലൈറ്റിങ്, ഒരു വാം ലൈറ്റിംഗ് ഒക്കെ ആലോചിച്ചു. അവിടെ ഇപ്പോഴും പണി നടക്കട്ടോ. 981 തുടങ്ങിയ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി കഴിയണില്ല. അതുപോലെ ട്രിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു സ്വർണ്ണ കളറിലാണ് ഇതിന്റെ ഫോട്ടോ കണ്ടിന്. ഇപ്പൊ സ്വർണ്ണ കാര്യം അടിച്ചോണ്ടോ സ്വർണ്ണൊക്കെ കട്ടുപോയിക്കണ്ടാ. ആ ഫോട്ടോ കണ്ടിന്യൂ. അവിടെ പുറത്ത് സ്വർണ്ണ കളറിലാണ് ഈ ബിൽഡിംഗ് കാണുന്നത്. ആ ഫോട്ടോ ഒരു സ്വർണ്ണ കളറാണല്ലോ. പണ്ടങ്ങനെയാണ്. പിൽക്കാലത്ത് അത് അടിച്ചു മാറ്റപ്പെട്ടു. അവിടെ പ്രാർത്ഥിക്കാണ്ടിരിക്കണോക്ക്. ആ ചേച്ചി സൂര്യ നമസ്കാരം. അവിടെ പോയി അങ്ങനെ ഇരുന്നാലോ? ബാസിലെ വാ, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കാം. ആ വാ പ്രാർത്ഥിക്കാം. നമ്മളവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. പ്രാർത്ഥിക്കാം. അവിടെ വടച്ചോട് പ്രാർത്ഥിച്ചോ. ഇതിനൊക്കെ ഞാൻ എങ്ങനെ മക്കളെയൊക്കെ കുത്തറന്ന് പിക്ചർ സ്പോട്ടാണ് കേട്ടോ. ആ പിക്ചർ സ്പോട്ടാണ് കേട്ടോ. ഈവൻ ഗോഡ് ഈസ് കൺഫ്യൂസ്ഡ്. കേട്ടോ, വൻ വീഡിയോഗ്രാഫറാണ് ഗിരിയേട്ടൻ. അവിടെ വെച്ചോക്ക് ജിമ്മി, നമ്മളെ ക്യാമറ അങ്ങനെ വെച്ചോക്ക്. നമ്മൾക്ക് മോശമില്ലാന്ന് പോലെ തോന്നിക്കോട്ടെ. ഇതെന്നാ എൻ്റെ ഹെൽമെറ്റ് എന്നാ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചാണ് ഇങ്ങോട്ട് പോരും. ജും പോരും. സായിപ്പൊന്ന് പോയിണെങ്കിൽ ഫോട്ടോഗ്രാഫി ആരംഭിക്കാമായിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. സായിപ്പം തന്നെ എന്താ ചിന്തിക്കാം. യു ടേക്ക്. നോ പ്രോബ്ലം വി വിൽ വെയിറ്റ്. ഓക്കെ. മേലെ ടിക്കറ്റിന് കാത്തിക്കാണോ? അങ്ങനെ സമയം എടുക്കും. ഇതാരാ? ഞാൻ ഇളപ്പ് നിന്നാലേ മുട്ടും കച്ചിൻ്റെ ബാസിലിന്റെ പാരോക്ക് ബാസിലിന്റെ പാരാണ്. ഫ്ലൈസ് ഉണ്ട്. Where are you from? UK. You have good height. Oh, thank you very much. Too much, I think. Too much. Yeah. How tall are you? 7? 6.9. No, 6'10". 6'10". 208 centimeters. I am 183. Yeah, you guys, you're a good height. You're good height. Me, it's like But it's still, inconvenient. if I'm comparing to you, very small. We feel like we are small. I make everyone feel small. You know? I can't help it. You know? Where are you guys from? We're from India. Have you ever been to India? I haven't. No. No. You must visit Kerala. Kerala. God's own country. Okay. Like very greenery, everything very nice. Like I've good seen climate. You've got a lot of beautiful mountains in the north. Yeah. Like, I want to go. I'd love to go see the mountains. Yes. So many mountains. Munnar, Wayanad, so many mountains. Like Kerala is known for Western Ghats. Western what? Sorry. Western Ghats. Guts. Like it's called mountains. Like so many mountains. Oh, okay. It's there in the history books.
Well, one day. One day, hopefully. one day you must visit. Yeah. Have a good day. Thank you so much. Bye bye. Nice to meet you. വെൽക്കം വെൽക്കം. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കട്ടാ. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട് കേട്ടോ. ആ ബുക്കൊക്കെ ഗോൾഡ് പോലെ അയക്കണത് ഈ ഒരു സ്പേസ് കൊണ്ടാണ്. ജിമ്മി ഗോൾഡായി, അതുപോലെ അതാ കെൻസ് അവർകൾ സ്വയം ഗോൾഡ് ആവുന്നു. കെൻസിൻ്റെ മുടി നോക്ക് ഇതിൽ. കെൻസ ഒന്ന് താന്നിരിക്ക്, താന്നിരിക്ക്. അങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും. ഔ ചെമ്പാ, ചെമ്പൻ, ചെമ്പൻ വിനോദ് ഇതാ എന്നിട്ട്. ഓ ജിമ്മി എടുത്ത ഒരു കിടിലൻ ഫോട്ടോ കണ്ടോളൂ സുഹൃത്തുക്കളെ. ജിമ്മി എടുത്ത ഒരു ഫോട്ടോ, അബുക്കാന്റെ ഒരു കിടിലൻ ഫോട്ടോ ഇതാ, അസറുവിന്റെ ഫോട്ടോസ് ഇതാ, കെൻസിന്റെ ഫോട്ടോസ് ഇതാ, കിടിലൻ കിടിലൻ ഫോട്ടോസ് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ ഇവിടുത്തെ. കണ്ടോളി, ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ആസ്തറ്റിക്കാണ് ഇത് പോണത്. ഇങ്ങനെ വെച്ചാൽ ഫ്രെയിം, 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 ഇങ്ങനെ വെച്ചാൽ ഫ്രെയിം. ഇങ്ങനെ വെച്ചാൽ ഫ്രെയിം ആട്ടോ അവിടെ. ഫുൾ ഫ്രെയിം, എങ്ങനെ പോലും ഫ്രെയിം. ആകെ ആന, ആ ആനകളൊക്കെ ഈ സൈഡിലാട്ടോ. ഒരു സിനിമ ഉണ്ട്, ഒരു രജനികാന്ത് കൈൻ്റെ ഉള്ളിൽ കൂടി ഒരു കാലിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഫ്രെയിം. ഇപ്പുറത്ത് ഇങ്ങോട്ടോ പുതിയ ബാങ്കോക്ക് കാണാം. ഇത് പഴയ ബാങ്കോക്ക് അല്ല, ഇതെവിടെയാ നമ്മള്? ഇത് പട്ടായന്റെയും ബാങ്കോക്കിന്റെ ഇടയിലാണ് നമ്മള്. അല്ല ആണ് പിന്നെ ഇത് ബാങ്കോക്കിന്റെ അടുത്താണ്. നമ്മള് പട്ടായ ലാസ്റ്റ്. ബാങ്കോക്ക് അതെന്ത് പറച്ചില്ല, പട്ടായ ലാസ്റ്റ്. എന്റെ ഡിക്ഷണറിയിൽ എപ്പോഴും ബാങ്കോക്കാണ് ഫസ്റ്റ്. അല്ല, പട്ടാന്റെയും ഇതിന്റെയും ബോർഡറിലാണ്. പട്ടായന്റെയും മാറിക്കൊടുക്കുക, ഒരിക്കൊന്ന് മാറിക്കൊടുക്കുക. എന്തോ എടുക്കണ്ട അവിടെ, ഒന്ന് മാറിക്കൊടുക്കണ്ടല്ലോ. എടാ ഒന്ന് മാറി നിർത്താന്. താത്ത എന്തോ ഷൂട്ട് ചെയ്യാട്ടോ. മെയിൻ വ്ളോഗേഴ്സൊക്കെ ചെയ്യണം എന്താ വെച്ചാൽ ഓരോ ഒരു കുന്തം പ്ലേറ്റ് മാത്രമായിട്ട് വരികയാണ്. ഇതാ ഈ ഒരു സാധനം മാത്രമായിട്ട് വരിക കേട്ടോ. എന്നിട്ട് ഒരു കമ്പിൻ്റെ സഹായത്തോടെ എല്ലാ വിഷയവും പകർത്തിയെടുക്കുക. ഇതാണ് ഫ്രെയിം മക്കളെ, കണ്ടോളി. അകലങ്ങളിൽ ഒരു ബോട്ടിൽ ഒരാൾ മീൻ പിടിക്കാൻ ഇറങ്ങിയത് കാണാം. തിരിച്ചു വരുമ്പോൾ കണ്ടോളി, ഫ്രെയിം ആണ് കണ്ടോളി. മോനെ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ, ട്രൂത്ത് ഓഫ് സാങ്ച്വറിയാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പേര് വിട്ടുപോയി. അപ്പം ആ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. അതായത് പല കാണാൻ പറ്റും, പല ആചാരങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, പല പണ്ട് ഇവിടെ ജീവിച്ച് കഴിഞ്ഞ ആൾക്കാരൊക്കെ കാണാൻ പറ്റും, അവരുടെയൊക്കെ ആനിമൽസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഹാഫ് ലയൺ ഹാഫ് മാൻ എന്ന് പറയുന്ന പോലെ ഹാഫ് മത്സ്യകന്യക ഹാഫ് മാൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പകുതി മത്സ്യകന്യകനെ പോലെ ആയി ബോഡി ഫുള്ള് മനുഷ്യന്മാരെ പോലെ ആയ ആൾക്കാരെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ ഇങ്ങോട്ട് വരുമ്പം ഒരുപാട് ദൈവങ്ങളെ കാണാൻ പറ്റും, ഡ്രാഗൺസിനെ കാണാൻ പറ്റും കേട്ടോ. അതായത് സൺസ്ലൈഡുമ്പോൾ ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഡ്രാഗൺസിൻ്റെ ഡിസൈനാണ്. പിന്നെ മഴവെള്ളം പോണ അവിടെ ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഒരു സപ്പോർട്ട് പോലെ കൊടുത്തിരിക്കുന്നത് ഫുള്ള് ഡ്രാഗൺ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ പ്രൊട്ടക്ഷൻ ഡ്രാഗൺസിനെ വെച്ചിട്ടാണ് ഇവർ പരിപാടി ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇങ്ങോട്ട് കാണിച്ചിട്ട് കാണിച്ചേ, 3 ആന കേട്ടോ, ഒന്നും പറയാനില്ല. 3 ആന, അതിൻ്റെ മുകളിൽ 3 ദൈവം. ഇതായിരുന്നേ. അപ്പം 3 ആന കെൻസേ, ആന. അപ്പോൾ ഈ 3 ആനകളെ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോകാൻ നോക്ക്, മെല്ലെ വാ. സ്ലോ മോൾ ഇങ്ങനെ വന്ന് നോക്ക്. ഉത്തേ പപ്പ ഉത്തേ ഉത്തേ സ്ലോ പപ്പ ഉത്തേ ഉത്തേ പപ്പ ഉത്തേ 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 ഉത്തേ
ഉത്തേ പപ്പ ഉത്തേ സ്റ്റെപ്പുമ്മ കൂടെ വാ ഇങ്ങോട്ട് പോരേ ഉത്തേ പപ്പ ഉത്തേ ഉത്തേ പപ്പ ഉത്തേ 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 കാ. ആനൻ്റെ ശില്പം ആരാണ് പണിതെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഇരിക്കട്ടെ ഒരു കുതിരപ്പാവൻ. ആനൻ്റെ ശില്പം പണിതാക്കി എന്തായാലും ഒരു കുതിരപ്പാവൻ കൊടുക്കണം കേട്ടോ. അമ്മാതിരി പണിയിലാണ് പണിതത്, ഒന്നും പറയാനല്ല. അപ്പോൾ 3 ആനകൾ എന്തിനോ കുരങ്ങനെന്തോ പിടിച്ച് പോണ ഒരു സീനാണ് എനിക്ക് മനസ്സിലാവണം കേട്ടോ. മേലേക്ക് മേലെ വേറെ വേറെ സ്കൾപ്ചേഴ്സ് കാണാം. അതിൻ്റെ മേലെ കണ്ടമാനം ആൾക്കാരുണ്ട് കേട്ടോ മേലെ, ഏറ്റവും മേലത്തെ നിലയിൽ. പക്ഷെ ആനൻ്റെത് എന്നും ആന ആ പവർ കീപ്പ് ചെയ്താന. അടി കറക്കണ ഒരുപാട് ജന്തുജാലങ്ങളെ കാണും. എനിക്ക് തോന്നുന്നത് കാടാണോ അവർ ഉദ്ദേശിച്ചത്. കുറേ കുരങ്ങന്മാരെ കാണാം, കുറേ ചെറിയ ചെറിയ ജന്തുക്കളെ കാണാം, ആട് ആട് പരിപാടികളുണ്ട് കേട്ടോ. കുരങ്ങൻ കുട്ടി, മയിൽ. ലെഫ്റ്റ് നോക്ക്, കുരങ്ങൻ്റെ കുട്ടിയുണ്ട്. ലെഫ്റ്റ് കൂടെ നോക്ക്, അവിടെ അടിയിൽ കുരങ്ങൻ. ലെഫ്റ്റ് അവിടെ കുരങ്ങൻ കുട്ടി. കുരങ്ങൻ കുട്ടി സംഭവങ്ങൾ കാണാം. ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ക്രിയേച്ചേഴ്സ്. മഷ്റൂം, തെങ്ങ്, എവിടെ കായ്ക്കനികൾ കാണാം. വൻ ഡീറ്റെയിലിംഗ് കിട്ടും. അവർ എന്തിനാണ് ഇത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ മനസ്സിലാവണില്ല. ഒടുക്കത്തെ സ്കില്ല് എന്ത് ചെയ്തു, അങ്ങോട്ട് യൂസ് ചെയ്തു. സ്കില്ല് ഉള്ളതൊന്നും എന്ത് ചെയ്തില്ല, എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കൊത്തി പണിതിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അതിന് ടിക്കറ്റ് വെച്ചിട്ട് അങ്ങോട്ട് ആളെ കയറ്റൽ തുടങ്ങി. അതിലെന്തായി സംഭവം വിജയിച്ചു. ആനക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോ, 2 കാലും 3 തലയാണ് ആനക്ക്. ഇത് മുരുതലവൻ ആനയുണ്ടത്, സീനാന. സുഹൃത്തുക്കളെ, ഇത് ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ പണ്ട് യൂസ് ചെയ്തതിനാണ് കേട്ടോ. ഈ സാധനം വെച്ചിട്ട് എന്ത് ചെയ്യും, ഒറ്റടി 1 2 1 2 3 സ്റ്റാർട്ടിൽ കൊടുക്കാം. 1 2 3. അടിച്ചാൻ വെച്ചാണ് ഇവിടെ. 1 2 3. 1 2 3. You try, bro. Okay. You wanna try? Yeah, can you record? Yeah, I'll take video for you. Okay. ഇനിയിപ്പോൾ ചീത്ത ഓന് ഇട്ടുട്ടോ. No problem. You bite. അല്ല. 1. Harder. 2 3. I like that. It made me feel good. Your name? Kamaji. Where are you from? I'm from Los Angeles. Los Angeles. Okay. Yeah, where y'all from? India. India? India. How long you guys out here? Get a video. You just told me. Okay, yeah, get him. GTA San Andreas type. Don't cut the video. Just continue so I can look at it. കാക്കമാര് ലോസ് ആഞ്ചലസിൽ നിന്ന് വന്നാണെന്നാണ് പറയുന്നത് കേട്ടോ. അടിയോടെ അടി ഇവിടെ വന്നിട്ട്. താത്തപ്പോൾ ഫിറ്റ് ആക്കണവരെ ഉണ്ടാവും കേട്ടോ. ഈ താത്ത ഒരു വട്ടം ഫിറ്റാക്കി പോയിട്ടുള്ളൂ. ഫോനെ അറിയട്ടെ, അടിച്ചിട്ട് ഗണിച്ചോ. But we have the night time. If you want to join night time, that's okay. Okay. If you want to join, you can buy the extra ticket. എന്താ പരിപാടി അറിയോ, രാത്രി ഒരു ടിക്കറ്റ്. Bye ka. This way, that way. Okay, my friend, that way. I should go this way. Okay, then this way. Then call anyone. Call somebody എന്നല്ലടാ. ഇവനെന്താ പരിപാടി അറിയോ, ഇപ്പം മണി അടിച്ചാൽ ചെറിയ പൈസ ഉള്ളൂ. രാത്രി വേറെ ടിക്കറ്റ് ഉണ്ട്, നേരെ ഇരിക്കുക ടിക്കറ്റ് വേറെ ഇടും, മൂഡ് മാറ്റും, എന്നിട്ട് അതിന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ രാത്രി വന്ന് നിങ്ങൾ വേണമെങ്കിൽ മണി അടിച്ചോളി, രാവിലെ മണി അടിക്കില്ല. ഏത് ബിസിനസ് മൈൻഡ്. ഇതിവിടെ പോയേക്ക് ചാടട്ടോ.
എടാ കാർട്ടൂണിന്റെ ഒക്കെ പ്ലെയിൻ പോകണം കേട്ടോ. ആ അങ്ങനെ പോവാ, അങ്ങനെ ഒരു നാക്കിലാണ് പോലാണത്. ക്രാഷ് ചാൻസ് ഭയങ്കര കൂടുതലാവും ഇതിന്. ആണോ? പാവം ചങ്ങന്മാരാ. പറയുമ്പോ വലിയ നാട്ടിൽ ജനിച്ചവരാണെന്നുള്ളൂ. എന്ത് നല്ല സ്വഭാവം നമ്മൾ പറയാം. ഓക്കെ വി ആർ ഗോയിങ്. And then you can take photo from the viewpoint and this Okay, we are leaving. Okay. എല്ലാ മൂലക്കലും ആനകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആനകൾ ഇവൾക്ക് എന്തോ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിനി. ആന വല്ല കൾച്ചറിൻ്റെ ഭാഗമാണ് കേട്ടോ. വിളിക്കട്ടോ. അതാണേ താത്ത പ്രിൻസിപ്പളിന്റെ പണി എടുക്കണേ. ഓ ലീവ്, വി ആർ ക്ലോസ് ഓൾറെഡി. നമസ്തേ. താത്ത വണ്ടി അളർത്തി നടന്നു പോയി കളി. ഇതിലാടെ സ്പീഡിലെത്താം. ആ ബൈ ബൈ. കപ്പും ക്രാബ്. യാ ക്രാബ്, കപ്പും ക്രാബ്. ഈ താത്ത ഈ സ്കൂട്ടിമ്മ കുറേ നേരമായിട്ടോ. ഇതിലേറെ വെച്ചാൽ ഇതിൽ നടന്നു പോവാ. അതിലേറെ സ്പീഡിൽ നടന്നു പോകണത് അതിലേറെ സ്പീഡിൽ പോകുന്നുണ്ട്. ഞങ്ങളോട് ഓൾറെഡി ഒരു വട്ടം പറഞ്ഞു താത്ത പോകാൻ. ഇനി ഇവിടെ നിർത്തി പറയില്ലേ, നടന്നു പോകണ്ടേ. കുറേ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിക്കണ്. 50 ഏക്കറിൽ സംഭവം ഉണ്ടാക്കി വെച്ചിക്കണ്. നടന്നാണ്ട് എക്സിറ്റിക്ക് എത്തണ്ടേ. ലോസ് ആഞ്ചലസ്. ചെക്കന്മാരാ എന്താ പഴയ ക്യാമറ. താത്ത നോക്കണ്ടോ. താത്ത അടക്കിടക്ക് ചങ്ങായിയുടെ വീണ്. ചങ്ങായിയുടെ വൻ പ്രാർത്ഥിച്ചാണ്ട് എടുക്കട്ടോ. താത്താക്ക് തീരെ പറ്റില്ല കേട്ടോ. താത്താനെ മൊന്ത് വെച്ചോക്ക്. താത്ത ഈ നായകളോട് ഞാൻ എത്ര നേരം ഇത് പൂട്ടി എന്ന് പറയുന്നത്. പൂട്ടിയിട്ട് ഞാൻ ഇവിടെ അരപ്പൊട്ടി മേക്കപ്പ് ഇട്ട് വന്നിട്ട് പറഞ്ഞ കേൾക്കണില്ലല്ലോ വലിയ ചങ്ങന്മാർ. ഓക്കെ കമോൺ. ചെക്കന്മാർ നമ്മളും വന്നലമ്പ് പോണില്ല സ്കൂളിട്ടിട്ട്. ലാസ്റ്റ് ബെഞ്ചസ്. India. Punjabi or Hindu? No, like Kerala. Kerala? Oh, I never heard of that. Kerala is God's own country. Oh, okay. Like full of mountains. My dad is Punjabi. Punjabi. Yeah. Punjabi is famous for music. Yeah. We love Punjabi. You know Karan Aujla? No, I'm not Punjabi. My stepdad. Okay. You said you going on YouTube? Yeah. Hey, what's up, YouTube? Yeah, all the way from Los Angeles. Yeah. Oh, we live? Yeah, all the way from LA, California, US. It's your boy, man. Follow us. No Limit Mods, follow me, man. It's your boy. I'm out here. Show them your Instagram. Hey, shout me out. No Limit Mods, Instagram. Hey, What's check your Yeah. Instagram ID? Underscore AYY Rich. Instagram. Follow me, man. You know, we got. Yes, Sin City Chosen. SINCITY Chosen 63. Yeah. Hey, capture correctly with K's. Capture correctly with 2 K's, yeah. Hey, it's your boys, not your boy toys, man. We out here in Thailand, though. No lady, man. It's your boy, not your boy. മനസ്സിലായില്ല. പറഞ്ഞോ അവിടെ കുട്ടികൾ മുന്നിലടക്കി സ്കൂളിന്റെ നേരത്തെ പോകണം കേട്ടോ. ഇവിടെ നമുക്ക് എന്തായാലും തമ്മിൽ എടുക്കണേ. താത്ത പോണില്ലല്ലോ. ഈ താത്താനെ ഞാൻ ഇവിടുന്ന് തായ്ലൻഡിൽ നിന്ന് തട്ടൂട്ടെ. ഓക്കെ, നോ വീഡിയോ, നോ മോർ വീഡിയോ, ഫോട്ടോ. കം ഗോ ഔട്ട്. ഇറ്റ്സ് ടൈം, ആക്ച്വലി ഇറ്റ്സ് ടൈം. തൊപ്പി എടുത്തു. ഇതേതാ വണ്ടി? കുട്ട്. Have a great evening, everyone. Thank you so much. Bye bye. You can come back here again tomorrow. പോവാ. ചെക്കന്മാർ വൻമൂടില്ലേ? ദമ്മൊന്നുമില്ല, പാവങ്ങളാണ്. ഡ്രാഗനോ പാമ്പോ? അപ്പം എന്തായാലും നമുക്ക് പോയോക്കട്ടാ. വലിയ കോമഡി എന്താ വെച്ചാൽ ഇവിടുത്തെ വെള്ളമൊക്കെ
സ്വിച്ച് ഇട്ട വെള്ളം കേട്ടോ. നമ്മൾ വൻ ഒരുവികൾ ഒലിച്ച് വരുന്ന ഏരിയ ആണെന്നൊക്കെ പറഞ്ഞ് വൻ സെറ്റപ്പ് ആക്കി തിരിച്ചു പോയപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിക്കണ്. വെള്ളമൊക്കെ പറ്റിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാനുള്ള വ്ളോഗ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്, അതായത് എൻ അൺഫിനിഷ്ഡ് വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്ന ലിവിങ് വർക്ക് ഓഫ് ആർട്ട്. അതായത് 981 പണി തുടങ്ങി 2026 പണി തീരാത്ത ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈച്ച് ഒരു ബർഗർ എടുത്ത് വെച്ചിനി അത് ക്യാൻസൽ എടുത്തു തന്നു, ആഫി ഒരു ബർഗർ എടുത്ത് വെച്ചിനി അതും ക്യാൻസൽ എടുത്തു തന്നു, ഞാനൊരു സ്റ്റിക്കി റൈസ് എടുത്ത് വെച്ചിനി അതും ക്യാൻസൽ എടുത്തു തന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആരും കൂടെ വന്നെന്നുള്ള നമുക്ക് മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ക്യാൻസൽ എന്ന് വെച്ചാൽ സ്വന്തമല്ല എല്ലാവരും കൂടി തിന്നുന്നുണ്ട്. അപ്പോൾ അത് ആഭ്യന്തര വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇത്രയും നല്ല വെക്കേഷൻ ഞങ്ങൾക്ക് സാധ്യമാക്കി തരുന്നത് നമ്മളെ സ്വന്തം ബുക്കാണ്. സോ ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് ബുക്കിങ്സ് വന്നു, ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ തായ്ലൻഡ്, ബാലി, പട്ടായ, മലേഷ്യ, തായ്വാൻ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കുള്ള ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ പറയുന്നു ഗുഡ് വെക്കേഷൻസ്. ഇതാ അപ്പോൾ ബുക്കാൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്, 75 92 0 77 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ട്രാവൽ വിത്ത് അബു എന്നുള്ള അബുക്കാൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഗുഡ് വെക്കേഷൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇനി വരാനുള്ളത്, ഇത് കഴിഞ്ഞിട്ട് വരാനുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിടിലം, അതായത് ഒറാങ്കുട്ടാനൊക്കെ ഞങ്ങളെ ശരിയാക്കി വിട്ടേ വ്ളോഗാണ് വരാനുള്ളത്. ഒറാങ്കുട്ടാനും സീബ്രയും മുതലയും കടുവയും സിംഹമൊക്കെ ആയിട്ടുള്ളൊരു ഹെവി സഫാരി വ്ളോഗാണ് 2 വ്ളോഗിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ളത്. സോ മസ്റ്റായിട്ടും വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗുഡ് വെക്കേഷൻസിൻ്റെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ട്രിപ്പിൻ്റെ ബാക്കി വിഷയങ്ങളുമായി മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗൈസ്, ഐ ലവ് യു ഓൾ. ബൈ ബൈ.